ഇത് ഞാനും മാമിയും കണ്ണനും അമ്മയും കൂടി മസാനിയമ്മൻ കോവിലിൽ പോകുന്ന കേട്ടോ. വൺ ഡേ ട്രിപ്പാണ്. അപ്പോൾ കാറിൽ 5 പേർക്കല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ മാമീനെ കൊണ്ടുപോയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉത്സവത്തിനല്ല, കഴിഞ്ഞ ഉത്സവമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മാമീനെ കൊണ്ടുപോയില്ല, മാമി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ മസാനിയമ്മൻ കോവിലിൽ പോകുന്നതിന് വഴിക്ക് ഭക്ഷണം കഴിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അതുമാത്രമല്ല, സാധാരണ എപ്പോഴും ഫുഡ് നമ്മൾ ഉണ്ടായിക്കൊണ്ടല്ലേ. അപ്പോൾ ഈ പ്രാവശ്യം വേണ്ട, എല്ലാം പുറത്തുനിന്ന് കഴിക്കാം, വൺ ഡേ ട്രിപ്പ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറി കഴിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ കണ്ടൊരു കാഴ്ച ഇത് കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്ന് വെച്ചാൽ കയറാനും നിന്നില്ല, അത്യാവശ്യം വില ഉണ്ടാവും എന്നൊന്നും കയറിയൊന്നുമില്ല കേട്ടോ. പിന്നെ കാരണം തടിയുടെ സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ കുറേ അമ്പലങ്ങളിൽ കയറുന്നതുകൊണ്ട് പിന്നെ ടൈമൊന്നും നമ്മൾ ലാഗാക്കിയില്ല. പക്ഷേ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇറങ്ങാണ്ടിരിക്കാൻ പറ്റിയില്ല കേസ്. കാരണം ഇത്രയും താമരപ്പൂവാണ്. അമ്മ അമ്പലം എന്നൊക്കെ പറഞ്ഞ് ഓടി വന്നത്. പക്ഷേ ഇത് വൈറ്റ് കളറുള്ള താമരയാണ്. ആ പാടം നിറച്ചങ്ങ് നിൽക്കും. അപ്പോൾ എന്തായാലും അമ്പലത്തിലോട്ടൊക്കെ അല്ലേ പോകുന്നത്, കുറച്ച് പറിച്ചുകൊണ്ട് പോകാമെന്നുള്ള പ്ലാനിലൊക്കെ ഞാൻ ഇറങ്ങി ആദ്യമേ ഓടി. അപ്പോൾ എന്നുവെച്ചാൽ പറിക്കാമെന്നില്ല, കാരണം സൈഡിലൊക്കെ ഉണ്ടെന്ന് നമുക്ക് ദൂരെ നിൽക്കുമ്പോൾ അങ്ങനെ തോന്നുമല്ലോ. അതായത് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയെന്ന് പറഞ്ഞ പോലെ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും കണ്ട എല്ലാം സൈഡിൽ ഇറമ്പിലായിട്ട് നിൽക്കുന്ന പോലെ തോന്നും. പക്ഷേ അത് വെറും തോന്നലായിരുന്നു കേട്ടോ. ഞാനവിടെ ചെന്ന് നോക്കിയാൽ പിന്നെ വെള്ള പാൻറ്റൊക്കെ ഇട്ടിരിക്കുന്നത്, ഇറങ്ങാനൊന്നും പറ്റില്ലല്ലോ. കാരണം നമുക്ക് ഒരു പരിചയമില്ലാത്ത സ്ഥലത്തുനിന്ന് വല്ല വെള്ളത്തിലൊക്കെ ഇറങ്ങി വല്ല മുങ്ങിപ്പോയി അല്ലെങ്കിൽ ആ ചെള്ളയെല്ലാം കൂടിയെല്ലാം കാലിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര വിനകേടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ നോക്കിയിരുന്നു, കാരണം പറിക്കാൻ പറ്റില്ല. ഒരു കയ്യകലാണെങ്കിലും എങ്ങനെയെങ്കിലും ഞങ്ങൾ പറിച്ചേനെ. അപ്പോൾ അമ്മ പറഞ്ഞു പറിക്കാൻ പറ്റുമോ, എങ്ങനെയെങ്കിലും പറിക്കാം. അമ്മക്ക് പാടവും വരുമ്പോഴൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. പക്ഷേ അമ്മ കുറേ നോക്കി, ഒരു പടിയൊക്കെ എടുത്ത് നോക്കിയെങ്കിലും അത് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ദൂരം ഇല്ലെന്നുണ്ടെങ്കിലും അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല ദൂരമുണ്ട്. പിന്നെ ഞങ്ങൾ അതിനൊന്നും നിന്നില്ല, കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ കാര്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം അതിൻ്റെ ഭംഗിയെല്ലാം കണ്ട്. ഇത്രയും താമരപ്പൂ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എൻ്റെ ദൈവമേ, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഭയങ്കര രസം. ഈ ഫോണിൽ കാണുന്ന പോലെ കേട്ടോ, നല്ല ഭംഗിയാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ ലൊക്കേഷൻ ഇട്ട് പോകുന്നത് ഈ പല്ലസന എന്ന് പറഞ്ഞിട്ടൊരു അമ്പലം ഉണ്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയിച്ച് വന്ന വഴിക്ക് അത് ചേട്ടൻ പറഞ്ഞിട്ട് അറിഞ്ഞായിരുന്നു. അപ്പോൾ അന്ന് അവിടെ കയറിയിട്ട് പോകുന്നപ്പോഴത്തേക്കും ഞങ്ങൾ ലൊക്കേഷൻ ഇട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ എത്തിപ്പെട്ടത് ഇവിടെയാണ്. അതായത് ആക്ച്വലി ഒരു വലിയ അമ്പലമുണ്ട്. ആ വലിയ അമ്പലത്തിൻ്റെ സൈഡിലുള്ളത് 750 മീറ്റർക്ക് ഇപ്പുറം മാറിയിട്ട് ഇങ്ങനൊരു അമ്പലമുണ്ട്. അപ്പോൾ ഇത് ലോകമാതയോ ലോകപരമേശ്വരിയോ അങ്ങനെ എന്തോ ആണ്. ആ ലോകപരമേശ്വരിയാണെന്ന് തോന്നുന്നു. ആ ദേവി ടെമ്പിളാണേ. അപ്പോൾ ഇതൊരു കുടുംബക്ഷേത്രം എന്നാണ് ചേട്ടൻ പറഞ്ഞപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു ഇവിടെ ഫേമസ് ആണ്, കുറച്ചധികം ആൾക്കാർ കുറേ ദൂരം നിന്ന് വരും, ഓണത്തല്ലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനൊരു കണ്ട ശരിക്കും വീട് എനിക്കൊക്കെ ഭയങ്കര അത്ഭുതമായി. വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഇതിനകത്ത് ഉണ്ടാകുന്നൊരു പ്രതീക്ഷയില്ലല്ലോ. പിന്നെ അവിടെ നിന്ന് നമുക്ക് അധികം നേരം നിൽക്കേണ്ടതൊന്നുമില്ല, ജസ്റ്റ് നേർച്ചയിട്ട് തൊഴുതിട്ടിങ്ങി പോകുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന അമ്പലം. അപ്പോൾ വേറെ ഇനി 2-3 അമ്പലങ്ങളിലൂടെ കയറാനുണ്ടെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വേഗം വന്ന് നോക്കുമ്പോഴത്തേക്കും ക്യൂ ആണ്, വൻ ക്യൂ എന്ന് പറഞ്ഞപ്പോൾ നല്ല ക്യൂ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് കയറി തൊഴുത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തൊഴാനൊക്കെ പറ്റിയിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത അമ്പലത്തിലോട്ട് പോവുകയാണെങ്കിൽ അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ.